പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില ഉൾപ്പെടെ കുതിച്ചുയരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ ഉഴുന്നിനും മറ്റ് ധാന്യങ്ങൾക്കും അരി ഉൾപ്പെടെ വില കുതിച്ചുയരുകയാണ്. ഈ സമയത്താണ് എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നടക്കുന്നത്. പരമാവധി സ്റ്റോക്കുകൾ വിവിധ മേഖലകളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ആദ്യം എത്തി ഇത് വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കണം. കാരണം വളരെ വേഗം തീർന്നു പോകുന്ന ഉൽപ്പന്നങ്ങളാണിവ. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ 1 ലിറ്ററിന് 330 രൂപ മാത്രമേ ഉള്ളൂ. സബ്സിഡി നിരക്കിലുള്ള 1/2 ലിറ്ററും ബാക്കി 1/2 ലിറ്റർ നോൺ സബ്സിഡിയും. ഈ രീതിയിലാണ് നമുക്കിത് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത്. അതുമാത്രമല്ല, ഉഴുന്നുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മല്ലിമുളക് പോലുള്ള മറ്റ് ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ നമുക്ക് ജയ അരി അല്ലെങ്കിൽ കുറുവ അരി അല്ലെങ്കിൽ മട്ടയരി ഇത് 33 രൂപ നിരക്കിൽ നമുക്ക് 8 കിലോ വരെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇതുമാത്രമല്ല, 2 കിലോ പച്ചരിയും നമുക്ക് വാങ്ങുന്നതിന് സാധിക്കും. മൊത്തത്തിൽ 10 കിലോയോളം അരി തന്നെ നമുക്ക് ഇത്തരത്തിൽ സപ്ലൈകോ വഴിയും വാങ്ങാൻ സാധിക്കും. റേഷൻ കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് സപ്ലൈകോ വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒന്നേ ലഭിക്കുകയുള്ളൂ. എത്രയും വേഗം ഇത് വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25-ാം തീയതിക്ക് ശേഷമായിരിക്കും നടപ്പിലാവുക. എന്നാൽ അതിനു മുൻപ് തന്നെ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അടുത്ത മാസം 24-ാം തീയതി വരെ, ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ സമയം വരെ നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാം. ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. എങ്കിലും പരമാവധി നേരത്തെയൊക്കെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ആധാറുമായിട്ട് അക്ഷയ സെന്ററിൽ എത്തിയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് വാർഡ് മെമ്പറുടെ പക്കലൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കുക. നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നതുപോലെ തന്നെ സംസ്ഥാനത്തെ OBC അതോടൊപ്പം തന്നെ EBC വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പിലേക്കുള്ള, അതായത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം 31-ാം തീയതി വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഈ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ വെക്കാനുള്ള അവസരമുണ്ട്. PMYSSC എന്ന് പറയുന്ന സ്കീമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് എത്രയും വേഗം അപേക്ഷ വെക്കുക. ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം തന്നെ സംസ്ഥാന ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്നവർക്ക്, CA, CMA, CS തുടങ്ങിയ കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡിന്റെ പാർപ്പിട നിർമ്മാണ പദ്ധതിയായിട്ടുള്ള ഗൃഹശ്രീ പദ്ധതി സബ്സിഡിയായിട്ട് 3 ലക്ഷം കിട്ടും. ഗുണഭോക്തൃ വിഹിതമായിട്ട് 1 ലക്ഷവും സ്പോൺസർ വിഹിതമായിട്ട് 1 ലക്ഷവും. മൊത്തത്തിൽ 5 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണിത്. സ്വന്തമായിട്ട് ഭൂമിയുള്ള, അതും 3-4 സെന്റൊക്കെ സ്ഥലമുള്ള വ്യക്തികൾക്ക്, ഇടത്തരം വരുമാനമുള്ള, സാമ്പത്തികമൊക്കെ കുറഞ്ഞ വ്യക്തികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതിയാണിത്. അതുമാത്രമല്ല, ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത, ഇതിലൊരു സ്പോൺസർ ഉണ്ടാവണം. സ്പോൺസർ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഗുണഭോക്തൃ വിഹിതമായിട്ട് 1 ലക്ഷം രൂപ എടുക്കാനും ഉണ്ടാകണം. ഇങ്ങനെയാണ് ഇവിടെ ഈ ഗൃഹശ്രീ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വ്യക്തികൾക്കോ സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റുകൾക്കോ എല്ലാം ഇത്തരത്തിൽ സ്പോൺസർമാരായി മാറുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അവർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചായിരിക്കും സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്യുന്നത്. ഗുണഭോക്തൃ വിഹിതമായിട്ട് 1 ലക്ഷം ഗുണഭോക്താവ് തന്നെ വഹിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, സ്പോൺസറും 1 ലക്ഷം രൂപ വഹിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ്, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് 3 ലക്ഷം രൂപ സർക്കാർ സബ്സിഡി റിലീസ് ചെയ്യുകയുള്ളൂ. അങ്ങനെ 5 ലക്ഷം രൂപ മൊത്തത്തിൽ ഈ ഒരു പാർപ്പിടത്തിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു. അതും തവണകളായിട്ടാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ്. ജൂലൈ മാസം 31-ന് മുൻപ് താല്പര്യമുള്ള സംഘടനകളെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്തതിന് ഗുണഭോക്താവിൻ്റെ പേര് നിർദ്ദേശിക്കണം, അല്ലെങ്കിൽ അവരെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ പറയണം. അതിനുശേഷം വേണം ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ അവസരം പാഴാക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.